സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവിയലാണ്. സദ്യക്കൊക്കെ അവിയലുണ്ടാക്കും. അതുപോലെ അവിയൽ എന്ന് പറഞ്ഞാൽ ആകെ കൂടെ മിക്സ്ഡാണ്. അയ്യോ, എൻ്റെ തുണികൾ മുഴുവൻ അവിയലായിട്ടാണ് കിടക്കുന്നത്. എൻ്റെ പുസ്തകത്തിൽ മുഴുവൻ റഫ് നോക്കുമല്ല, ആ റഫ് ബുക്ക് നോക്കും മുഴുവൻ അവിയലെന്ന് പറഞ്ഞാൽ ഇത് മിക്സഡ് എന്നാണ് അർത്ഥം. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ എന്താണ് ചെയ്യാൻ, ഇത് കഷ്ണങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്യാം. ഇതിലെല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതിൽ അരിഞ്ഞിട്ടുണ്ട്. ഈവൻ ഉരുളക്കിഴങ്ങ് വരെ ഇട്ടിട്ടുണ്ട്. വെള്ളരിക്ക, കായ, ചേന, മുരിങ്ങക്കായ, അങ്ങനെ കിട്ടുന്ന എല്ലാ കഷ്ണങ്ങളും ഇടാം. ഉരുളക്കിഴങ്ങും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. മത്തങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങ ഞാൻ ഇട്ടിട്ടില്ല, കുമ്പളങ്ങ മുറിച്ചില്ല, അത് മാത്രമാണ്. ഇതിൽ വളരെ ഈസിയാണ്. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നീളത്തിൽ കഷ്ണങ്ങൾ അരിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവും. അവിയലിന് അത്രേ ഉള്ളൂ. ഒരു ലേശം മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ വേണം. അതിൽ അധികം അവിയലിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ. എന്നിട്ട് ഉപ്പിട്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് തിരുമ്മി നമുക്ക് കുറച്ച് നേരം ഇത് തിരുമ്മണം. തിരുമ്പിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യണത്. ഒരു 5 മിനിറ്റ് വെച്ചാൽ കൂടുതൽ നല്ലതാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അടുപ്പിൽ വെക്കാം. ചുമന്ന മുളകിടാതെയും വെക്കാം കേട്ടോ അവിയൽ. അടുപ്പിൽ വെച്ചു. ഗ്യാസ് കത്തിക്കണം. പക്ഷേ ഗ്യാസ് പ്രത്യേകം ഓർക്കണം, സിമ്മിൽ കത്തിക്കണം. അല്ലെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ വെള്ളം ഒഴിക്കരുത്. നല്ലൊരു നിർബന്ധമുള്ള കാര്യം വെള്ളം ഒഴിക്കരുത് എന്നാണ്. വെള്ളം ഒഴിക്കാൻ പാടില്ല. സിമ്മിൽ കത്തിക്കണം. എന്നിട്ട് അത് വേവിക്കണം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ ഇത് വേവൂട്ടാം. അപ്പം അതിന് മുമ്പ് ഞാൻ പറയാം അവിയലിൻ്റെ കഥ. പണ്ടൊക്കെ നാട്ടുപുറങ്ങളിൽ കല്യാണം പിന്നെ അടിയന്തരതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളും ഈ കാറ്ററിംഗുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചുറ്റുപാടുള്ള ആൾക്കാരാണ് വന്നത്. അതിൽ നാട്ടുപ്രമാണി പറയും ഇന്ന കറി ഉണ്ടാക്കുക, ഇന്ന കറി ഉണ്ടാക്കുക എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ ഭയങ്കര കേമായിട്ട് സദ്യക്ക് നാട്ടുകാരൊക്കെ വന്നു. എല്ലാവരുടെയും സ്നേഹം എല്ലാം ഉണ്ടാവും. ഈ സമയത്ത് എല്ലാവരും കൂടി ഒത്തുചേർന്നുണ്ടാക്കും. ഇപ്പം കാലത്ത് കാണുന്നില്ല നമ്മൾ ഈ യോജിപ്പൊന്നും, യൂണിറ്റ് കാണുന്നില്ല. അന്നത്തെ കാലത്ത് ഇതായിരുന്നു. എന്നിട്ട് അന്ന് എന്തുണ്ടായി വെച്ചെങ്കിൽ സദ്യ കേമായി എല്ലാവരും ഊണ് കഴിച്ച് പോയി. പക്ഷേ കുശിരിക്കാർക്ക്, അതായത് ആ നാട്ടിലുള്ളവർക്ക് ഊണ് കഴിക്കാൻ സബ്ജി ഉണ്ടായില്ല. എന്താ സബ്ജിയല്ല, കറി കൂട്ടാനുണ്ടായില്ല. അപ്പം അന്ന് കാലത്ത് അവിയൽ ഉണ്ടായിരുന്നില്ല. അവിയൽ കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഒരു കുശിരിക്കാരൻ, അതായത് ഒരു ധേണക്കാരൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എന്തുണ്ടായിരുന്നു അവർ ആലോചിച്ചു എന്താ ചെയ്യുക, കൂട്ടാൻ എവിടെ ഉണ്ടാക്കുക. എല്ലാ കറികളും കഴിഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എല്ലാ വെജിറ്റബിൾസും എടുത്ത് അരിയെ, എല്ലാ പച്ചക്കറി എടുത്ത് അരിയെ, നീളനായിരുന്നു. അപ്പോൾ എളുപ്പം വേവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അപ്പം അവർ കണ്ടു തേങ്ങ ചെറുകിയിരിക്കണു, അതുപോലെ പച്ചമുളക് ഇരിക്കണു, അതൊക്കെ ചേർത്തു. പിന്നെ ജീരകം എടുത്തു, അത് ചേർത്തു. തൈര് ഇരിക്കണു, അത് ഒഴിച്ചു. അത് കഴിഞ്ഞ് അതിൽ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ കുറേ ഇരിക്കണം, അത് കുറച്ചിട്ട് ഇളക്കി അത് നട്ട് കൂട്ടി നോക്കിയപ്പോഴേ ഭയങ്കര സ്വാദം. അപ്പം അന്ന് മുതലാണ് നമ്മുടെ കേരളത്തിലെ അവിയൽ, കേരളത്തിൻ്റെ തനിമയാണ് അവിയൽ. നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയതാണ്, ഈ കണ്ടുപിടിച്ചതാണ് അവിയൽ. തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടു അവിയൽ, ഇതിൻ്റെ പകുതി ടേസ്റ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കറിയാണ് അവിയൽ. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നാളികേരം നമുക്ക് അരയ്ക്കാം. അവിയലിന് വേണ്ട നാളികേരമാണ്. നാളികേരം ജീരകം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ നാളികേരം 2 പച്ചമുളക് കൂടിയിട്ട് വേറെ വെച്ചിട്ട് ഇട്ടു. അതായത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, സിമ്മിൽ കിടന്ന് വലിയണം, അതാണ് ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ഈ തേങ്ങ നമുക്ക് നല്ലോണം അരച്ചെടുക്കണം. അതിന് വേണ്ടി ഇത് മിക്സി എടുക്കുന്നത്. ഇത് ചിലവരൊക്കെ ഉള്ളി ചേർക്കുന്നവരുണ്ട്, ചിലവർ പുളി ചേർത്ത് അവിയലുണ്ടാക്കും, ചിലവർ മാങ്ങ ചേർത്ത് ഉള്ളി ഉണ്ടാക്കും. പക്ഷേ സദ്യക്കൊക്കെ വെറും തൈര് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. തൈരും നാളികേരും ജീരകവും കൂടി അരയ്ക്കും. ഞാൻ സദ്യയുടെ അവിയലാണ് ഉണ്ടാക്കണം. സദ്യക്ക് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ചേർക്കാം. ഉള്ളി ചേർക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഇത് ഈ നാളികേരം അരച്ച് നോക്കട്ടെ കേട്ടോ. ഒഴിച്ച് അടിച്ചു കേട്ടോ. കുറച്ചും കൂടെ തൈരുണ്ട്, അത് നമുക്ക് പുളിക്കനുസരിച്ച്. അധികം പുളിയൊന്നും പാടില്ല തൈരിന് കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ഞാൻ ചേർത്തിട്ടില്ല. ഇനി അവിയലിന് വേണ്ടതാണ് ഈ തേങ്ങ. നോക്കൂ, ഈ തേങ്ങ, കറിവേപ്പില, പച്ചമുളക് ഒന്ന് പൾസ് ചെയ്ത് വെക്കണം. അരയ്ക്കാൻ പാടില്ല. ഇത് പൾസ് ചെയ്ത് വെക്കുക വേണ്ടത്.
വെള്ളം ചേർത്താലാണ് അവിയലിൻ്റെ സ്വാദ് പോകുന്നത്. പക്ഷെ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്നും ഉണ്ടാക്കണം അവിയലിനൊക്കെ വെള്ളം ചേർക്കും. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ട അരച്ചിട്ടില്ല, പൾസ് ചെയ്ത് വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു തരി മുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കാൻ പാടില്ല. അവിയലിൻ്റെ കഷ്ണത്തിൽ നല്ലോണം വരയണം. അതായത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാന്ന് തന്നെ പറയാം. അങ്ങനെ അരമണിക്കൂർ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഒരു 5 മിനിറ്റ് ചെയ്തുള്ളൂ. നല്ലോണം വരകിയിട്ട് അത് അടുപ്പിൽ വേവിക്കാൻ വെച്ചു. അത് വേവിത് ഇനി സ്റ്റീം വന്നിട്ട് വേവായി കഴിഞ്ഞാൽ ഇനി ചേർത്ത് വേണം. അപ്പോൾ അവിയൽ തയ്യാറായി. ഈസി പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തരും. അത് കഴിഞ്ഞിട്ട് കാരണവരെന്ത് പറഞ്ഞു, ആ കറിയിൽ പപ്പടം കാച്ചി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു. എല്ലാവർക്കും കൂട്ടിപ്പോൾ ഇഷ്ടമായപ്പോൾ വളരെ സ്വാദായി. അങ്ങനെ അവിയൽ കേരളം മുഴുവൻ പരന്നു. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പറഞ്ഞു, അത് കഴിഞ്ഞ് ആന്ധ്രയിൽ പോയി, അത് കഴിഞ്ഞ് കർണാടകത്തിൽ പോയി. നോർത്തിൽ അവിയലില്ല കേട്ടോ. അങ്ങനെ പോയി പാടില്ല കേട്ടോ. ഒന്നിനൊന്ന് വേറെ ആയിട്ട് കഷ്ണങ്ങൾ കിടക്കണം. ഇതാ ഞാൻ എന്ത് ചെയ്തു വെച്ചെങ്കിൽ തൈരും മോരും കൂടി ജീരകവും കൂടി അരച്ചത് ഇതാ അതിലിടുന്നു. കരിവേപ്പില എത്ര വേണമെങ്കിലും അവിയലിൽ എത്ര കരിവേപ്പില ഇടുന്ന അത്രയും നല്ല അതിൻ്റെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അധികം ഇളക്കരുത് കഷ്ണം. വേണ്ട. അപ്പം നല്ലൊരു അവിയലായി. ഇനി ഇതിൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ നാളികേരം ചേർക്കണം. നാളികേരം ഇതിൽ കൂടാം. പച്ചമുളക്, വേപ്പിൻ്റെ ഇല, നാളികേരം കൂടി ചതച്ചത് ഇതിലിടുക കേട്ടോ. വളരെ ചെറിയ വയ്ക്കുക, കഷ്ണങ്ങൾ അരിഞ്ഞ് വയ്ക്കുക. ആ 2 കാര്യങ്ങൾ ചെയ്താൽ വളരെ ഈസി. തലേ ദിവസം അത് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈസി ആയിട്ട് അവിയലുണ്ടാക്കാം. എല്ലാ കഷ്ണങ്ങളും ഇടാം. ഇന്ന കഷ്ണമൊന്നുമില്ല. ബീട്രൂട്ടൊന്നും ഇടണ്ട, അത് കളർ ചേഞ്ച് ആവും. അത് കാരണം ഇനി ഗ്യാസ് കെടുത്താൽ നമുക്ക് ഒരു നുള്ളി കരിവേപ്പിലയും കൂടി വേണമെങ്കിൽ ഇട്ടോളൂ. ഇത്ര ഇടുന്നത് അത്രയും നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചിരിക്കട്ടെ. അത് വളരെ നല്ല അവിയലായി. ഇനി അത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് പകരാം. സ്വാദിഷ്ടമായ അവിയൽ തയ്യാറാണ്. എത്ര സമയം എടുത്തെങ്കിൽ നാളികേരം ചെരുക്കി വയ്ക്കുക, കഷ്ണങ്ങൾ തലേന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓഫീസിൽ പോകാനോ സ്കൂളിൽ പോകാനോ കുട്ടികൾക്കോ വേണോ ഫുഡിന് എന്ത് വേണമെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടാക്കാം. ഒരു ബുദ്ധിമുട്ട് പിടിച്ചാൽ പക്ഷെ തലേ ദിവസം ചെയ്ത് വയ്ക്കണം. കഷ്ണം അരിഞ്ഞ് വയ്ക്കണം, നാളികേരം ചെരുക്കി വയ്ക്കണം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റിയായ അവിയലാണ്. ഇതൊന്ന് കഴിച്ചു നോക്കും, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. അത് മാത്രമല്ല ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കും ആഴ്ചയിൽ കേട്ടോ. അവിയൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അത്ര അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത് കേട്ടോ.